ഹായ് ഓൾ, വെൽക്കം ടു HUB. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞവരായിരിക്കും, ഫ്രഷറായിട്ട് ഇറങ്ങാൻ നിൽക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ എക്സാം എഴുതുന്നതായിരിക്കും ലാസ്റ്റ് ഇയർ. ഇത് കഴിഞ്ഞിട്ട് എന്തെന്നുള്ളൊരു മനസ്സിൽ നിങ്ങൾക്കൊരു ചിന്ത വരും. അപ്പോൾ ബാങ്ക് എക്സാം എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളുടെ ഫ്രണ്ടിൽ ഉണ്ടെങ്കിലും കുറച്ച് പേരെങ്കിലും അത് പാടാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിലേക്ക് വരില്ല. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബാങ്ക് എക്സാം അത്രയ്ക്ക് വലിയ കടമ്പയല്ല. നമ്മളെ കൊണ്ട് സാധാരണ രീതിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ബാങ്കിലെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന ഒരു പോസ്റ്റാണ് SBIയുടെ ഓഫീസറിൻ്റെ, SBI PO എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഇൻ ഹാൻഡ് തന്നെ 85,000 പ്ലസ് എന്താവും ഒരു മാസം കിട്ടും. ഒരു മാസത്തെ സാലറിയാണ്. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഇറങ്ങുന്നു അല്ലെങ്കിൽ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് ഇറങ്ങുന്നു, എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ഫ്രഷറായിട്ട് തന്നെ ഒരു ജോലിക്ക് കയറുന്ന സമയത്ത് ആദ്യം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സാലറിയാണ് 85,000 രൂപ എന്ന് പറയുന്നത്. അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. കഷ്ടപ്പെട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും, ഈ ഒരു 85,000 പ്ലസ് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ലൈഫ് സെറ്റിലാക്കാൻ പറ്റും, നിങ്ങൾക്ക് അങ്ങോട്ട് നല്ല രീതിക്ക് ജീവിക്കാനും പറ്റും. നെക്സ്റ്റ് വരുന്നെന്ന് പറയുന്നത് IBPS POയുടെ പോസ്റ്റാണ്. IBPS PO എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്നാണ് പറയുന്നത്. IBPS എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ, അതായത് നമ്മളെ 11 നാഷണലൈസ്ഡ് ബാങ്കും കൂടി ഒരുമിച്ച് ഓഫീസറിന്റെ വേക്കൻസിക്ക് വിളിക്കുന്നു, നോട്ടിഫിക്കേഷൻ ഇടുന്നു. അവരെന്ത് ചെയ്യുന്നു, ആ എക്സാം കണ്ടക്ട് ചെയ്തതിന് ശേഷം നമ്മളെ മാർക്ക് വൈസ് ഏത് ബാങ്കിലാണോ മാർക്ക് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ഓപ്ഷൻ കൊടുത്ത ബാങ്കിലേക്ക് എന്ത് ചെയ്യുന്നു, നമ്മളെ റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ IBPS POയുടെ സാലറി ഇൻ ഹാൻഡ് എങ്ങനെയായാലും നമ്മളെ കയ്യിൽ ഒരു 75,000 പ്ലസ് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾ ഒരു ബാങ്ക് ഓഫീസർ എന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ നല്ല സുഖമാണ്, അതിലെത്താൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങണ്ട, അത് പാടാന്ന് വിചാരിച്ച് നിൽക്കുന്ന കുറേ പേരെങ്കിലും കാണും. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മളെ കൊണ്ട് എഴുതിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ, നമ്മളെ പോലെയുള്ള സാധാരണക്കാരെ കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ക്വാളിഫിക്കേഷൻ ആവശ്യപ്പെടുന്നത് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ്. അതായത് നമുക്ക് ഗ്രാജുവേഷൻ സ്പെസിഫിക് ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല, ഏത് സബ്ജക്റ്റ് വേണോ ആകാം, അതിന് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കണം. ഏജ് പറയുന്നത് 20-30 ഇയേഴ്സ് ആണ്. മിനിമം 20, മാക്സിമം 30 ഇയേഴ്സ്. അതിൽ SC/ST കാറ്റഗറിക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാറ്റഗറിക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും കിട്ടുന്നുണ്ട്. ദെൻ അപ്പോൾ ഇത്രയാണ് മിനിമം അവർ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഏജും ക്വാളിഫിക്കേഷനും പറയുന്നുണ്ട്. ദെൻ ഇതിലെ സെലക്ഷൻ പ്രോസസ്സ്, ഇപ്പോൾ IBPS POയുടെ എക്സാം വരുന്ന സമയത്ത് 3 സ്റ്റേജ് ആയിട്ടാണ് നടത്തുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രിലിംസ് എക്സാമിനേഷൻ. പ്രിലിംസ് എക്സാമിനേഷൻ നടന്നതിന് ശേഷം അവർ കട്ട് ഓഫ് നിർണ്ണയിക്കും. അതിന് മേളിൽ കിട്ടുന്നവരെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് ക്വാളിഫൈ ചെയ്യും. അപ്പോൾ ഒരിക്കലും പ്രിലിംസിൽ കിട്ടുന്ന മാർക്ക് നമ്മളെ സെലക്ഷനിലേക്ക് ഘടകമാകുന്നില്ല. നെക്സ്റ്റ് വരുന്നത് മെയിൻസ് എക്സാമിനേഷൻ ആണ്. ദെൻ ഇന്റർവ്യൂവും വരുന്നുണ്ട്. അപ്പോൾ ഈ 3 സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ്, ഒരു ബാങ്കിലെ ഓഫീസർ, ഇപ്പോൾ കാനറ ബാങ്കിൽ ഓഫീസറോ യൂണിയൻ ബാങ്കിൽ ഓഫീസറോ ആയിട്ട് എന്ത് ചെയ്യും, നിങ്ങളെ റിക്രൂട്ട് ചെയ്യും. ഇതിൽ IBPS POയുടെ നോട്ടിഫിക്കേഷൻ ഇതുവരെ ആയിട്ടും വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പോൾ ഗ്രാജുവേഷൻ ചെയ്യുന്നവരായാലും ലാസ്റ്റ് ഇയർ ഉള്ള സ്റ്റുഡൻസ് ആയാലും വേറെ വർക്ക് ചെയ്യുന്നവരായാലും ഹൗസ് വൈഫ് ആയാലും നിങ്ങൾക്ക് ഇനി നോക്കാനുള്ള ടൈം കിടപ്പുണ്ട്. കാരണം നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മന്ത് എന്ന് പറയുന്നത് ജൂൺ ജൂലൈ ആണ്. അപ്പോൾ ഇവർ മാർച്ച് ആയിട്ടേ ഉള്ളൂ. ജൂൺ ജൂലൈയിൽ നോട്ടിഫിക്കേഷൻ വരത്തേ ഉള്ളൂ. അപ്പോൾ അതും കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും പ്രിലിംസിന്റെ എക്സാമിനേഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി പഠിച്ചെടുക്കാനുള്ള സമയം നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. ദെൻ ഇതിന്റെ പ്രിലിംസ് എക്സാമിനേഷൻ ഡേറ്റ് IBPSന്റെ കലണ്ടർ ഇറങ്ങും. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റ് 22nd or 23rd August 2026 ആണ് പറയുന്നത്. മെയിൻസ് എക്സാമിനേഷൻ 4th October 2026 ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിൻസ് കഴിഞ്ഞിട്ട് മെയിൻസിന് നമുക്ക് അവർ കട്ട് ഓഫ് നിർണ്ണയിക്കും. അതിന് മേളിൽ കിട്ടുന്നവർക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ദെൻ ഈ മെയിൻസിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും ഫൈനലായിട്ട് സെലക്ഷൻ കിട്ടുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നാഷണലൈസ്ഡ് ബാങ്കുകളാണ് ഈ ഒരുമിച്ച് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാഷണലൈസ്ഡ് ബാങ്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്. അപ്പോൾ ഇത്രയാണ് 11 നാഷണലൈസ്ഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് ആരും കൂടെ ഉണ്ട്, നമുക്ക് 12 പബ്ലിക് സെക്ടർ ബാങ്ക് ആണുള്ളത് അല്ലേ. 12 പബ്ലിക് സെക്ടർ ബാങ്കിൽ 11 നാഷണലൈസ്ഡ് ബാങ്ക് പ്ലസ് 1 എന്ന് പറയുന്നത് SBI ആണ്. ഇതിൽ SBI എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആണ് POയുടെയും ക്ലർക്കിന്റെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്.
പോയിട്ടുള്ള ബാക്കി 11 നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഓഫീസർ ക്ലർക്ക് പോസ്റ്റിലത്തേക്കുള്ള എക്സാം ഒരുമിച്ചാണ് നടത്തുന്നത്. നമ്മുടെ മാർക്കിനെ അനുസരിച്ച് നമുക്ക് അതിൽ ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്കിനനുസരിച്ച് നമുക്ക് അതിൽ ഏത് പോസ്റ്റിലത്തെ ഹയർ ഓപ്ഷൻ, അത്യാവശ്യം നല്ല മാർക്കുള്ള ഒരാൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത ബാങ്കിലേക്ക് തന്നെ എന്ത് കിട്ടും, സെലക്ഷൻ കിട്ടും. ഓക്കെ, ഇനി ഇതിന്റെ പ്രിലിംസിന്റെ പാറ്റേൺ ജസ്റ്റ് ഒന്ന് നോക്കാം. 3 സെക്ഷനാണ് വരുന്നത്. 1 മണിക്കൂർ എക്സാം ആണ് നടത്തുന്നത്. ഈ 1 മണിക്കൂർ ഒരിക്കലും നമ്മളെ ഇഷ്ടത്തിനായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. 20 മിനിറ്റ് വെച്ച് ഓൾറെഡി ഇത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. കമ്പ്യൂട്ടറിൽ ഓൾറെഡി 20 മിനിറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് അവർ വെച്ചിട്ടുണ്ട്. ദെൻ ഇതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് 30 ക്വസ്റ്റ്യൻ 30 മാർക്കാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് 35 ക്വസ്റ്റ്യൻ 30 മാർക്കും. റീസണിംഗ് എബിലിറ്റി 35 ക്വസ്റ്റ്യൻ 40 മാർക്കുമാണ്. ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 100. ടോട്ടൽ മാർക്കും 100 ആണ്. നെഗറ്റീവ് ഉണ്ട്, 4 എണ്ണം തെറ്റുമ്പോൾ 1 മാർക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എക്സാം നടത്തിയതിന് ശേഷം അവരെന്ത് ചെയ്യും, എല്ലാ ഷിഫ്റ്റിനെയും അനലൈസ് ചെയ്തിട്ട് ഡിഫിക്കൽട്ടി ലെവൽ നോക്കിയതിന് ശേഷം അവരൊരു കട്ട് ഓഫ് വയ്ക്കും. ആ കട്ട് ഓഫിൻ്റെ മേൽ കിട്ടുന്ന എല്ലാവർക്കും മെയിൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കും. ഇനി മെയിൻസ് എക്സാമിനേഷൻ വരുന്ന സമയത്ത് സെക്ഷൻസ് വരുന്നത് റീസണിംഗ് ഉണ്ട്, 40 ക്വസ്റ്റ്യൻ 60 മാർക്ക് 50 മിനിറ്റ് ആണ്. ജനറൽ എക്കോണമി, ബാങ്കിങ് അവയർനെസ്, ഫിനാൻഷ്യൽ അവയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് അഫയേഴ്സ് വരും. അതിനകത്ത് കറണ്ട് അഫയേഴ്സ്, അതായത് മെയിൻസിന് തൊട്ട് മുന്നേ 3 മാസം അല്ലെങ്കിൽ 4 മാസത്തെ കറണ്ട് അഫയേഴ്സ് അതിൻ്റെ അകത്ത് വരും. ദെൻ RBIയുടെ സർക്കുലേഴ്സ് വരും, ബാങ്കിങ് അവയർനെസ്സും വരും. അത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 35, 50 മാർക്ക് 25 മിനിറ്റ്സ് ആണ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് 35 ക്വസ്റ്റ്യൻസ് 40 മാർക്കാണ്, 40 മിനിറ്റ്സ് ആണ്. ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 35 ക്വസ്റ്റ്യൻസ് 50 മാർക്കാണ്, 45 മിനിറ്റ് ആണ്. അങ്ങനെ ടോട്ടൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 145 ആണ്. 200 മാർക്കിനാണ്, 160 മിനിറ്റ് ആണ്. അതിനുശേഷം ഡിസ്ക്രിപ്റ്റീവിൻ്റെ ഒരു പേപ്പറും കൂടെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് വരുന്നത് എസ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് വരുന്നത്. അത് ടൈപ്പ് ചെയ്യേണ്ടതാണ്. നമ്പർ ഓഫ് വേർഡ്സ്, എത്ര വേർഡ്സ് ടൈപ്പ് ചെയ്യണം എന്നുള്ളത് അതിൽ തന്നെ കാണിച്ചിരിക്കും. 2 ക്വസ്റ്റ്യൻസ് ആണ്, മാക്സിമം 25 മാർക്സ് ആണ്, 30 മിനിറ്റ്സ് ആണ് ടൈം പറയുന്നത്. അപ്പോൾ ഇത്രയാണ് മെയിൻസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൻസ് ക്വാളിഫൈ ചെയ്തവരെന്താവും, അടുത്ത സ്റ്റേജായ ഇന്റർവ്യൂവിലേക്ക് എന്ത് ചെയ്യപ്പെടും, എത്തിപ്പെടും. ദെൻ ഇന്റർവ്യൂവിൻ്റെ മാർക്കും മെയിൻസിൻ്റെ മാർക്കും വെച്ചിട്ടാണ് ഫൈനലായിട്ട് സെലക്ഷൻ കിട്ടുന്നത്. അപ്പം നോർമലി 6,000 മിനിമം 6,000 വേക്കൻസീസ് IBPS PO എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ അത്തരത്തിലൊരു വേക്കൻസിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രിപ്പറേഷൻ ചെയ്യണം. ഈ വർഷം തന്നെ കിട്ടണം എന്നുള്ളവർ നോട്ടിഫിക്കേഷനിന് വേണ്ടിയിട്ട് ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഇപ്പം തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും മടിച്ചു നിൽക്കണ്ട, നിങ്ങൾ തുടങ്ങുക. നിങ്ങളെ കൊണ്ട് അത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇനിയും നമ്മുടെ മുന്നിൽ ഒരുപാട് ദിവസങ്ങൾ ബാക്കിയാണ്. ആ ഉള്ള ദിവസങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നല്ലപോലെ ഉപയോഗിക്കുക. അപ്പോൾ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.